അപ്പോൾ ചുരിദാറിൻ്റെ ഷോള് വൺ സൈഡ് ആയിട്ട് ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് ഈ ഒരു കോണിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ലെയറിംഗ് ആണ്. അതാണ് ഈ ഒരു വൺ സൈഡ് ഹിജാബിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോൾഡിങ് കൊടുക്കാൻ പാടില്ല കേട്ടോ, അതൊക്കെ പഴയ മോഡലാണ്. അപ്പോൾ പുതിയ ട്രെൻഡിൽ വന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണ് പുതിയ ഒരു പിൻ ചെയ്യുക. ഇത് തെറ്റാണ്, ഇത് റോങ് ആണ്, ഇങ്ങനെ ചെയ്യരുത്. ഇവിടെ എല്ലാം നമ്മൾ പിൻ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഇങ്ങനെ എടുത്ത് ഹിജാബ് എപ്പോഴും ഇങ്ങനെ റൗണ്ടിൽ കാണുന്നതിനേക്കാളും ഹിജാബിന് എപ്പോഴും ഭംഗി ഉണ്ടാവാം ഇവിടെ ഇങ്ങനെ ഒരു കോണ് മേക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കോണ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഷോള് മുഖത്ത് നമുക്ക് ഒട്ടി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും രണ്ട് എൻഡും ഒരേപോലെ വെക്കാൻ പാടില്ല. ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങും ആയിട്ട് വെക്കണം. എപ്പോഴും നമ്മൾ എത്ര നല്ല ചുരിദാർ വാങ്ങിയാലും നമ്മളുടെ ലുക്ക് അടിപൊളിയാവണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഷോള് നല്ല നീറ്റിൽ, നല്ല വൃത്തിയിൽ, നല്ല ഭംഗിയിലിടണം. സോ അങ്ങനെ ഏറ്റവും നീറ്റായിട്ട് നമുക്ക് ഇടാം. സോ നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത്, ചുരിദാർ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടുന്ന ഈ ഷോള് തന്നെ എപ്പോഴും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. പുറത്ത് നല്ല ഷോളുകൾ നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. നല്ല കവറേജും കിട്ടും. കവറേജ് കിട്ടുന്ന രീതിയിലും കിട്ടാത്ത രീതിയിലൊക്കെ നമുക്കിടാം. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ബാക്കി പാർട്ടാണിത്. അപ്പോൾ സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം കേട്ടോ. നമ്മളുടെ ടോട്ടൽ ഔട്ട്ഫിറ്റ് ഇമ്പോർട്ടൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ലുക്കിൽ നീറ്റ്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ വൺ സൈഡ് ആയിട്ട് ഇടുമ്പം ഏതൊക്കെ പോയിൻറ്റ്സ് ശ്രദ്ധിച്ചാലാണ് ആ ഒരു നീറ്റ്നെസ് നിങ്ങളുടെ ലുക്കിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ഞാനിപ്പോൾ പറയും. സോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാർട്ടി വെയർ ചുരിദാർ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു എത്നിക് കളക്ഷൻ ആണ് കേട്ടോ. ഇതിൻ്റെ ഷോൾ വന്നിട്ട് കുറച്ചൊരു ക്ലാസി ലുക്ക് നൽകുന്ന ഒരു ഷോളാണ്. ആൻഡ് ഷറാറ പാൻസ് ആണ് കേട്ടോ. ഹാഫ് പോർഷൻ വെച്ചിട്ട് വർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു പട്ടിയാല ലുക്കായിട്ട് ഒരു ലൂസ് ഫ്ലോയി ആയിട്ട് വരുന്നതാണ് കേട്ടോ ഷറാറ പാൻസ്. അപ്പം വൺ സൈഡ് ആയിട്ട് ഇടുമ്പോഴും നമ്മൾ എങ്ങനെയും ഇട്ടാൽ വൃത്തി ഉണ്ടാവില്ല നമ്മളുടെ ലുക്ക്. എപ്പോഴും നമ്മൾ എത്ര നല്ല ചുരിദാർ വാങ്ങിയാലും നമ്മളുടെ ലുക്ക് അടിപൊളിയാവണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഷോള് നല്ല നീറ്റിൽ, നല്ല വൃത്തിയിൽ, നല്ല ഭംഗിയിലിടണം. സോ അങ്ങനെ ഏറ്റവും നീറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റുക. ഇപ്പോൾ 2022 എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു വൺ സൈഡാണ്. സോ ആ ഒരു വൺ സൈഡ് സ്റ്റൈല് മാക്സിമം ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിപ്സ് പറയുന്നുണ്ട്. സോ ആ ടിപ്സുകൾ, ട്യൂട്ടോറിയലിൻ്റെ ഇടയിലുള്ള ടിപ്സുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നീറ്റ് ലുക്ക് കിട്ടും കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഈ പോയിന്റ് നമ്പർ 1 നമ്മൾ പറയുന്നത്, ആദ്യം നമ്മുടെ ഷോൾ എടുക്കുക. അപ്പോൾ നിങ്ങൾ കവറേജ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ഒരു 2 മീറ്ററിലേറെ സൈസുള്ളൊരു ഷോൾ എടുക്കുക. ഷോൾ എടുത്തിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് എപ്പോഴും ഇതിൻ്റെ ഈ ഇടത് പോർഷൻ വന്നിട്ട് നമ്മൾ ഷോർട്ട് പോർഷനായിട്ടും വലത് പോർഷൻ വന്നിട്ട് നമ്മൾ ലോങ് ആയിട്ടും എടുക്കണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗത്തോട്ടാണ് നിങ്ങൾക്ക് പാസ് ഉള്ളത്, പാസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹിജാബ് അഴിഞ്ഞ് വീഴാതെ നമുക്കൊരു പാസ്സുള്ള ഏരിയ നിങ്ങൾ ഷോർട്ട് പോർഷനാക്കി എടുക്കണം. അപ്പം അധികം ആൾക്കാരും ലെഫ്റ്റ് പോർഷനാണ് പാസ്സുള്ള ഏരിയ ആയിട്ട് എടുക്കൽ. അപ്പം നമ്മൾ ലെഫ്റ്റ് പോർഷൻ ഷോർട്ടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഹെഡിൽ വെച്ചിടാം. അപ്പം ഒരു കാര്യം പറയാനുള്ളത്, ഒരു അണ്ടർ സ്കാർഫ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊരു കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ ടർബനായിട്ടോ ജസ്റ്റ് ഒരു ഹെയർ ബാൻഡെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇത്ര ഏരിയയിൽ ഹെഡ് ഒരു റൗണ്ട് ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. കാരണം എപ്പോഴും നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ വൺ സൈഡ് ആയിട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ ഹെഡ് പോർഷനിൽ ഒറ്റ ലെയറേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഷോള് മുഖത്ത് നമുക്ക് ഒട്ടി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അണ്ടർ സ്കാർഫ് തന്നെ നമുക്ക് 2 ഭാഗത്തും ഗ്യാപ്പുള്ളത് അങ്ങനത്തെ പല ടൈപ്പുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അണ്ടർ സ്കാർഫ് യൂസ് ചെയ്യും. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, എല്ലാവരുടെയും തല ഭയങ്കര റൗണ്ടൊന്നുമല്ല, നെറ്റിയൊക്കെ റൗണ്ടല്ല. അപ്പം നെറ്റിക്കൊരു ഷേപ്പ് വരാനൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിൽ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അധികം കട്ടിയില്ലാത്തൊരു അണ്ടർ സ്കാർഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. കൊടുത്താൽ ഭംഗിയുണ്ടാവും, കുറച്ചും കൂടി സൂപ്പർ ലുക്ക് കിട്ടും. നെക്സ്റ്റ് നമുക്ക് പോയിന്റ് നമ്പർ 2 ഇനി ഹിജാബ് ഇടൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഹിജാബ് എടുത്ത് ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പോർഷൻ ഷോർട്ടും ഈ ഒരു പോർഷൻ ലോങ്ങും ആയിട്ടാണ് നമ്മൾ ഇടേണ്ടത്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് പാസ്സുള്ള ഏരിയ നമ്മൾ ഷോർട്ട് പോർഷനായിട്ടും അല്ലാത്ത ഏരിയ ലോങ് പോർഷനായിട്ടാണ് നമ്മൾ വൺ സൈഡ് ഹിജാബ് സ്റ്റൈലിൽ ഇടേണ്ടത്. ഒരിക്കലും രണ്ട് എൻഡും ഒരേപോലെ വെക്കാൻ പാടില്ല. ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങും ആയിട്ട് വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. ആൻഡ് നമ്മൾ ഇങ്ങോട്ട് ഇടുന്ന പോർഷൻ, ഈ ഒരു ഷോൾഡർ പോർഷന് നമുക്ക് പാസ്സുള്ളൊരു ഏരിയ ആയിരിക്കണം. നമ്മൾ ഇങ്ങോട്ട് ഇടുന്ന പോർഷൻ വീയാണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കണം. അധികം ആൾക്കാർക്കും അത് ലെഫ്റ്റ് സൈഡാണ് ഉണ്ടാവുക. അപ്പം പാസ്സുള്ള ഏരിയയിലേക്ക് നമ്മൾ
ഷോർട്ട് പോർഷനും അല്ലാത്ത പോർഷൻ ലോങ് പോർഷനുമായിട്ടാണ് ഇടേണ്ടത്. പോയിന്റ് നമ്പർ 3 ആണ് പറയാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 3 നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഇട്ട പോർഷൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു ഷേപ്പ് വരും, ഒരു ഭംഗിയാണ്. അപ്പോൾ ഹിജാബ് എപ്പോഴും ഇങ്ങനെ റൗണ്ടിൽ കാണുന്നതിനേക്കാളും ഹിജാബിന് എപ്പോഴും ഭംഗി ഉണ്ടാവാം ഇവിടെ ഇങ്ങനെ ഒരു കോണ് മേക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കോണ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു മുട്ട് സൂചി എടുക്കുക. ഇവിടുത്തെ ഒരു മുട്ട് സൂചി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പോയിന്റിൽ ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ മുട്ട് സൂചി കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വലിച്ചിട്ട് കുത്തി വെക്കുക. അപ്പം അണ്ടർ സ്കാർഫ് ഉണ്ടാകുമ്പോൾ അത് പോരില്ല, അത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഈ ഒരു പോർഷനിലൂടെ കോണ് മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു മുട്ട് സൂചിമേലാണ് ഈ ഒരു കോണ് ഇവിടെ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം പോയിന്റ് നമ്പർ 3 നമ്മൾ ഇവിടെ ഒരു മുട്ട് സൂചി വലിച്ച് കുത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു കോണ് മേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹെഡിനൊരു കോണിൽ വന്നിട്ട് ഒരു ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹെഡിന്. ഇനി പോയിന്റ് നമ്പർ 4 പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ ഒരു പിൻ ചെയ്യുക. ഇത് തെറ്റാണ്, ഇത് റോങ് ആണ്, ഇങ്ങനെ ചെയ്യരുത്. ഇവിടെ എല്ലാം നമ്മൾ പിൻ ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് എനിക്ക് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഡോളിലായതുകൊണ്ട് മാനിക്യൂറിലായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുറച്ചൊരു ഞാൻ വിചാരിച്ചൊരു റിസൾട്ട് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല, കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വേറെ ഓപ്ഷനില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പിൻ ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മൾ ഷോൾഡറിൽ കൊണ്ടുവന്നിട്ട് ഷോൾഡറിൽ വിരിച്ച് കൊണ്ടുവന്നിട്ട് ഇതിവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഷോൾഡറിലേക്ക് വിരിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ബാക്ക് പോർഷനിലോട്ട് നമ്മൾ ഈ ഹാൻഡ് കഴിഞ്ഞ് ബാക്ക് പോർഷനിലോട്ട് വിരിച്ച് കൊണ്ടുവന്നിട്ട് ഈ ബാക്കിലാണ് ഇതിൽ കാണുന്നുണ്ടാവും, ഈ ഒരു പോയിന്റിലാണ് നമ്മൾ പിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ, അതായത് നമ്മുടെ പുറം ഭാഗത്തായിട്ടാണ് നമ്മൾ പിൻ ചെയ്യേണ്ടത്, ഒരിക്കലും നെക്ക് പോർഷനിലല്ല. നെക്ക് പോർഷനിൽ പിൻ ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒട്ടി നിൽക്കും, നമ്മുടെ ഹെഡ് ഇവിടെ ഡിഫൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഈ ഒരു സ്റ്റൈലിൻ്റെ ഭംഗി പോവും, ഇവിടെ കവിളിങ്ങനെ ഒട്ടി നിൽക്കും. അപ്പോൾ ഇവിടെ ഫോൾഡിങ് ഒന്നും കൊടുക്കാൻ പാടില്ല. നമ്മളിവിടെ ഫോൾഡിങ് ഒന്നും കൊടുക്കാണ്ട് ഡയറക്റ്റ് ഒരു കോണ് മേക്ക് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് നല്ലോണം വലിച്ചിട്ട് കുത്താട്ടോ. നല്ലോണം വലിച്ചിട്ട് ഇവിടെ ബാക്കിലൊരു പിന്നാണ് പോയിന്റ് നമ്പർ 5. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിന്റ് നമ്പർ 5 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒന്നും ഫോൾഡിങ് കൊടുക്കാൻ പാടില്ല കേട്ടോ. അതൊക്കെ പഴയ മോഡലാണ്. അപ്പോൾ പുതിയ ട്രെൻഡിൽ വന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണ് പുതിയ ട്രെൻഡ്. ഓവറോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക എന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം ഈ ഒരു 5th പോയിന്റിൽ ഇവിടെയാണ് നിങ്ങൾ പിൻ ചെയ്യേണ്ടത് എന്ന് ഓർക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്പർ 6. പോയിന്റ് നമ്പർ 6 നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഈ ഒരു പോർഷൻ ലോങ് പോർഷൻ നമ്മൾ ഷോൾഡറിലോട്ടാക്കിയിട്ട് ഇട്ടു. ആൻഡ് ഈ ഒരു ലോങ് പോർഷൻ നമ്മൾ ഷോൾഡറിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. ഈ ഒരു കോണിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ലെയറിംഗ് ആണ്. അതാണ് ഈ ഒരു വൺ സൈഡ് ഹിജാബിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ മേക്ക് ചെയ്യുന്ന കോണാണ് നിങ്ങളെ ലുക്ക് സൂപ്പറാക്കുക. ഈ ഒരു പോയിന്റിൽ നമ്മൾ കുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ മാക്സിമം നമ്മൾ ലെയറിങ് കൊണ്ടുവരണം. നമ്മളിവിടെ ഇങ്ങനെ ചുരി എടുക്കണം. നമ്മൾ എത്രത്തോളം ചെറിയ കുഞ്ഞു കുഞ്ഞു ലെയറുകൾ എടുക്കുന്നു അത്രത്തോളം നമ്മളുടെ ലുക്ക് നല്ല ഭംഗിയുണ്ടാവും. ബാക്കിയുള്ള രീതിയിലൊക്കെ ഹിജാബ് ഇടുമ്പോൾ നമ്മളുടെ ഹെഡിൻ്റെ മുകളിലായിട്ട് 2 ലെയറുകളൊക്കെ എന്തായാലും വരും. പക്ഷേ വൺ സൈഡിൽ ഒറ്റ ലെയർ മാത്രമേ ഹെഡിൻ്റെ മുകളിൽ വരികയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഈ കോണിലുള്ള ലെയറിംഗ് ആണ്. സോ ആ ലെയറിംഗ് മാക്സിമം വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 7 ആണ്, ഫൈനൽ പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ലെയറിങ് വരെയുള്ള കാര്യങ്ങളെത്തി. ഒരു ലെയർ എടുത്തിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ബാക്കിലോട്ട് പിൻ ചെയ്തു. ഇനി അടിഭാഗത്തോട്ട് വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എങ്ങനെയാണ് പിൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സോ ഈ ഒരു പോർഷൻ പിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുട്ടുസൂചി എടുക്കുന്നതായിരിക്കും പിന്നെ എടുക്കുന്നതിനേക്കാളും ബെറ്റർ. മുട്ടുസൂചി എടുത്തിട്ട് നമ്മൾ എവിടെയാണോ നമ്മളുടെ ആ ഒരു ചുരിദാറിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ ആ ഒരു ഷോള് വരുന്നിടത്ത് നമ്മൾ മുട്ടുസൂചി നല്ല 2 ലെയറിങ് ആയിട്ട് അപ്പോൾ ഇവിടെയാണ് കുത്തേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മളുടെ ചുരിദാറിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഈ ഷോളിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരും. സോ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ അവിടെയാണ് പിൻ ചെയ്യേണ്ടത്. സോ ഈ ഒരു 2 മെത്തേഡിലാണ് പിൻ ചെയ്യേണ്ടത്. സോ ഈ പിൻ ചെയ്യുന്നതും ലെയറിങ് എടുക്കുന്നതും ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു മെത്തേഡ് നമുക്ക് ഇൻഷാ അല്ലാഹ് വൃത്തിയിൽ കിട്ടും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നല്ല രീതിയിൽ ബോഡി പാർട്സൊക്കെ കവർ ചെയ്ത് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് ചുരിദാർ. സോ ചുരിദാറിലേക്ക് നമ്മൾ റബ്ബിൻ്റെ മാർഗ്ഗത്തിൽ നല്ല വൃത്തിയായിട്ട് ഒരു ഹിജാബ് എങ്ങനെ ഇടണം എന്ന് ഇനിയും ഡൗട്ട്സ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളതിൽ കുറച്ചും കൂടി വീഡിയോസൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളുണ്ടാവും. സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഇടുമ്പോൾ ഇതിൽ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ടിടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രൂപത്തിലൊരു മാറ്റം കാണാൻ സാധിക്കും ഇൻഷാ അല്ലാ. സോ അങ്ങനെയുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.